അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ 28-ന് പോവാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. വെയിറ്റൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ടോന്ന് അക്കു. അപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. കുഞ്ഞാറ്റ പരിശ്രമത്തിലാണ് കുപ്പായത്തിൻ്റെ കുളത്തിടല്ലേ. അപ്പോൾ ഏടത്തിയമ്മ ഇതാക്കണ കുഞ്ഞാറ്റേനോട് വർത്താനം പറഞ്ഞിരിക്കണ്. രഞ്ജ് ഇതാ വന്നിട്ടുണ്ട്. ഇതാക്കണ വലിയ ചേച്ചിട്ടോ. ചേച്ചിയൊക്കെ ആയിട്ട് സുന്ദരിയായിട്ടുണ്ട്. ഞങ്ങളെക്കാളും സുന്ദരിയാണ് ചേച്ചി. പാവട്ടോ കുഞ്ഞുണ്ണിയൊക്കെ ആകെ ടെൻഷനിലാണ്. അവനക്ക് എക്സാം ആണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രാന്തായി നിൽക്കുകയാണ്. അതൊക്കെ അതിൽ പിടിക്കും. കുഞ്ഞുണ്ണിക്കൊക്കെ ആകെ ടെൻഷനായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 28-ന് കൂടാൻ പറ്റില്ലല്ലോ. ലിഞ്ചു ഇങ്ങോട്ട് നോക്കൂ. ഇതാക്കണ കേട്ടോ. പിറന്നാൾ കൂട്ടം എന്താ കിടക്കണ്. ഇതാക്കണ ഓനാകെ ടെൻഷനായിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ കൂടിയിട്ടിട്ട് എന്താ സംഭവം എന്ന് അറിയൂല. ചുരുക്കിനുണ്ടല്ലേ തുളസിയെ. എന്തോ സംഭവം ഉണ്ട് എന്നുള്ള ഇതിലാണ് കടത്തൊക്കെ. ഇതൊക്കെ വിട്ടിട്ടുണ്ട്. അമ്മയാണ്. അമ്മയും മോനും കണ്ടോ. ഈ അന്നെ തന്നെയാണ് ഞാൻ വിളിച്ചേ. അമ്മയൊക്കെ അതാ നോക്കിക്കണ്. മോൾട്ടിയെ ദൈവേ ഇതിപ്പോ എന്താ. കുഞ്ഞുണ്ണി ആകെ പ്രാന്തായി നിൽക്കണ. എക്സാമിന് പോകേണ്ട പ്രാന്താണ് കേട്ടോ. കല്യോ ഇത് ചെയ്ത മിടിയടി നല്ല രസമുണ്ടല്ലോ. ആണോ? നല്ല രസമുണ്ട്. സാരല്ല, അപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ലടി. പുണ്യാഹാണ് ഇപ്പോ. അച്ഛനും അമ്മയും മോനും ഡ്രസ് കോഡാണ് കേട്ടോ. ആ അച്ഛമ്മയുണ്ടോ? ഈശ്വര, അച്ഛനോ? ഇല്ലേ? അമ്മ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. അമ്മ ഇങ്ങോട്ട് നോക്കിക്കേ. അമ്മ അപ്പൊ ഈ അമ്മടി എടി അമ്മയാക്കണീ. സ്വത്തുവിന് എന്താണ്? ആ ഇപ്പൊ ഓക്കെയാണ്. അന്നെ നോക്കി കിടക്കണൊക്കെ കല്യോ. ഇത് ഇടണ്ടേ? പുറത്തേക്ക് ആക്കണ്ടടാ. ആ അതെ. ആ അടിപൊളി. ഇവിടെ നമുക്ക് പിന്നൂത്തണടി. അങ്ങനെ നോട്ടെ. ആ സൂപ്പർ. നോക്കട്ടെ കാട്ടി കൊടുക്കട്ടെ. ആ രണ്ടാളെയും കാട്ടട്ടെ. ആ ചേച്ചിയും കുട്ടിയും കിടക്കുകയാണ്. ആ കുറച്ച് കണ്ണാ.
കുടിച്ചിട്ട് തന്നെ ആ തരുമ്പോ ഒരു വേറെ സുഖല്ലേ. ആ അടിക്ക തരൂ. പെണ്ണുട്ടേച്ചിയെ കണ്ണൻ്റെ അച്ഛനും അമ്മയും ലിഞ്ചുവിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ അത്. എന്നോടോ? അന്നോടല്ല, ഓളോട്. അതിന്റെ ഇടയിൽ കൂടെ പോവാ തിരക്കണേ. ഞാൻ പോരുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഉച്ചയാകുമ്പോ വരണ്ടേ, ഞങ്ങള് ഭയങ്കര ആൾക്കാർ. ഞാൻ വരണ്ടേ, ഞാൻ പോരും. വരണട്ടോ, ചോറ് വരണട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ. സദ്യയായിരുന്നു, നല്ല സദ്യയായിരുന്നു കേട്ടോ. പായസം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കണം കേട്ടോ. ഞാൻ എവിടെ ചെന്നാലും സദ്യ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പായസം ഇങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. ആരും നോക്കണ്ട, ഒന്നും ഞാൻ നോക്കലില്ല. പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് സൂപ്പറായിട്ട് ഒരു അച്ചാറൊക്കെ തൊട്ടതും കൂട്ടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു രസം. പിന്നെ പഴം കൂടി ഉണ്ടെങ്കിൽ ഇതിലേറെ രസമാണ് കേട്ടോ. പഴം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ അച്ചാറും പപ്പടവും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പായസം. ചേച്ചിയമ്മയും കുട്ടിയും കൂടിയും കിടക്കുകയാണ് രണ്ടുപേരും. അമ്മ ചോറുണ്ണാൻ പോയതാണ്, അപ്പൊ ചേച്ചിയമ്മ നോക്കി കിടക്കുകയാണ്. ഏതായാലും ഇങ്ങോട്ട് ഇങ്ങോട്ട് അനുക്കുട്ടിയെ ഇങ്ങോട്ട് നോക്കട്ടെ. ഹായ് എടുത്തേ, ഹായ് അടിക്ക, ചിരിക്ക് ചിരിക്ക്. ദേവുവിന് ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ. വന്നിട്ട് വേണം പാത്രം കഴുകാനൊക്കെ പോവാൻ. ചേച്ചിമാരൊക്കെ പാത്രം കഴുകാൻ കറികളൊക്കെ ഒഴിക്കണ തിരക്കിലാണ്. ഏതായാലും ആ ടൈം ആയപ്പോഴത്തേന് ഞാനും എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാത്രം കഴുകാണ് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് ഉരയ്ക്കാനൊന്നും പാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് ഏൽപ്പിച്ചതാണല്ലോ, അപ്പോൾ ചെറിയ തോതിൽ കഴുകാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വീട്ടിലില്ല കുറച്ച് പാത്രങ്ങൾ. അങ്ങനെ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. അമ്മയൊക്കെ കുഴങ്ങിയിരിക്കുകയാണ്.